ഹായ് ഓൾ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. ദിസ് ഇസ് ലാസ്റ്റ് ഫ്രൈഡേ മോർണിംഗ്. ഞാൻ എണീറ്റപ്പോഴേക്ക് തന്നെ അയാളിന് കുറച്ച് നേരത്തെ പോകണം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വളരെ ധൃതിയിൽ ഞാൻ ഓടി വന്നിട്ട് സ്മൂത്തി അങ്ങ് റെഡിയാക്കിയതാണ്. എപ്പോഴും ഒരു 5:45 ഒക്കെ ആകുമ്പോഴാണ് ഇറങ്ങുന്നത്. ഒരു എണീറ്റപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിയാണ്, ഒന്നും എടുക്കണ്ട, ഇനിയിപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ ഒന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനില്ല, പെട്ടെന്ന് ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് വന്നു. നമ്മൾ ഈ ഓട്സൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണല്ലോ, ആകെ ഇതിൻ്റെ അകത്ത് ഇനി ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് എഗ്ഗ് എന്നങ്ങ് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ആക്കാൻ പറ്റുന്നതാക്കി അങ്ങ് കൊടുത്തു വിടാമെന്ന് കരുതി. എപ്പോഴത്തെയും പോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ സ്മൂത്തി റെഡിയാക്കിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനതിൽ നട്ട്സ് ഒന്നും ടോപ്പ് ചെയ്യാനൊന്നും പോയില്ല കേട്ടോ. അങ്ങനെ തന്നെ പെട്ടെന്ന് അങ്ങ് എടുത്ത് വെച്ചു. ഇത് കൊണ്ടുപോവുകയാണ് ചെയ്തത്, അങ്ങനെ ഇരുന്ന് കുടിച്ചൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒഴിച്ച് അവിടെ റെഡിയാക്കി വെച്ചു. വറുക്കാനായിട്ട് അരപ്പ് പുരട്ടി വെച്ചിരുന്ന മീനുണ്ടല്ലോ, ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ മറന്നുപോയി ഇന്നലെ. അങ്ങനെ അതിപ്പോൾ ദേ രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ എടുത്ത് വെളിയിൽ വെച്ചു. അപ്പോൾ നമുക്ക് വറുക്കാൻ സമയമാകുമ്പോഴത്തേക്ക് അത് റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് സ്മൂത്തിയൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴേക്കാണ് എൻ്റെ ഫോൺ ഇങ്ങനെ കിണോ കിണോ എന്ന് പറഞ്ഞ് സൗണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ചാർജില്ല, ക്യാമറ യൂസ് ചെയ്യുന്ന ഫോണല്ല, ഇത് അതാ ഫോൺ. അങ്ങനെ അതവിടെ പ്ലഗ് ഇൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കെന്തോ തിരിച്ചു പോയി കിടക്കാനായിട്ട് എൻ്റെ ഉറക്കം മൊത്തത്തിൽ പോയി. അങ്ങനെ ഞാൻ പിന്നെ പോയിട്ട് ആ പാത്രമൊക്കെ കഴുകി വയ്ക്കാമെന്ന് കരുതി. സാധാരണ ഇതെല്ലാം ഇങ്ങനെ തന്നെ വെച്ച് എൻ്റെ കൈ നനയ്ക്കാതെ ഞാൻ തിരിച്ചു പോയി കിടന്ന് ഉറങ്ങാറാണ് പതിവ്. ഇന്നെന്തോ എനിക്ക് ഉറക്കം വന്നില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന് പാത്രം കഴുകി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ പാത്രം കഴുകുന്ന പാത്രം വെക്കണമെങ്കിൽ ഇന്നലെ രാത്രി കഴുകിയ പാത്രങ്ങളെടുത്ത് മാറ്റണമല്ലോ. അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി. എന്നാൽ ഇന്നങ്ങനെ വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ, ഒരു സാമ്പാർ ഉണ്ടാക്കിയാൽ മതി. പക്ഷെ എന്തോ അങ്ങ് പണി അങ്ങ് തുടങ്ങാമെന്ന് കരുതി. ഇനിയിപ്പോൾ പോയി ഉറങ്ങണമെന്ന് തോന്നുന്നില്ല. എന്താണോ എന്തോ, നന്നാവാൻ തുടങ്ങിയതാണോ എന്നറിയാൻ വയ്യ, എത്ര ദിവസത്തേക്ക് കാണുമെന്നും അറിയാൻ വയ്യ. എന്തായാലും ഞാൻ പിന്നെ പോയി കിടന്നില്ല. ഇന്നെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഏതെങ്കിലും ഒരു വീക്ക് ഡേ ആയിരിക്കും. ആക്ച്വലി ദിസ് ഇസ് ഫുട്ടേജ് ഓഫ് ലാസ്റ്റ് ഫ്രൈഡേ. ഈ ഒരു നന്നാവൽ കഴിഞ്ഞതോടെ തന്നെ പണി അങ്ങ് അടപടലം പൊട്ടിയായിരുന്നു കേട്ടോ. അത് ഈ വീഡിയോ കഴിഞ്ഞ് വരുന്ന ഷോർട്സ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ പറയുന്നില്ല, ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ എൻ്റെ ഉലുവ വെള്ളം കഴിഞ്ഞിരുന്നു. അപ്പോൾ അതും ഉണ്ടാക്കി വെക്കുകയാണ്. രാത്രി തന്നെ ഞാനത് കുടിച്ചപ്പോഴത്തേക്ക് വെള്ളം നന്നായിട്ട് ദാഹിച്ചു. അപ്പോൾ അതിൻ്റെ കോതുമൊക്കെ രാത്രി തന്നെ ഞാനങ്ങ് ഫിനിഷ് ചെയ്തു. അതായത് ഒന്നുമില്ല, രാവിലെ എനിക്ക് കുടിക്കാനായിട്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നുമില്ല. കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് പോലും എടുക്കാനൊന്നുമില്ല. അപ്പോൾ ആ വെള്ളം ഞാനങ്ങ് തിളപ്പിക്കാൻ വെച്ചിട്ട് പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ആ സ്റ്റീൽ ബാസ്ക്കറ്റിൽ, വലിയ പാത്രങ്ങളൊക്കെ നമ്മൾ ഉണക്കാൻ വെക്കുന്ന ബാസ്ക്കറ്റാണിത്, അത് രാത്രി എടുത്ത് അകത്തോട്ട് വയ്ക്കും. പുറത്ത് പെരിച്ചാളിയൊക്കെ കിടന്ന് ഓടും. പെരിച്ചാളിയാണോ എന്തായാലും ആ സാധനം കിടന്ന് ഓടും. അതുകൊണ്ട് ഞാൻ അകത്ത് എടുത്ത് രാത്രി അകത്തേക്ക് വയ്ക്കും. എന്നിട്ട് ഫിഷ് ഫുഡ് ഇടാമെന്നും പറഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കുപ്പി കാണുന്നില്ല കേട്ടോ. അതെന്തായാലും മോസ്റ്റ് പ്രോബബ്ലി നിലുവായിരിക്കും, എടുത്ത് താഴെ തട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പരതിയിട്ട് കറക്റ്റ് താഴെ നോക്കിയപ്പോൾ അതിൻ്റെ അടിയിലുണ്ടായിരുന്നു. അങ്ങനെ ഫിഷ് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതേ അലലം കൊണ്ട് ഇറങ്ങാൻ പോവുകയാണ്. സ്മൂത്തി കുടിച്ചില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിനി കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങുക. ഇന്ന് ബുക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു രാവിലെ, അതാണ് നേരത്തെ പോണത്. അങ്ങനെ അലൻ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് കയറാൻ നേരത്തെ നോക്കിയപ്പോൾ മാമിയും മാമനും കൂടെ കുരിശടിയൊക്കെ തുറക്കാൻ പോകണം. പിന്നെ ഇവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ സൺസെറ്റ് അല്ലേ എപ്പോഴും കാണിക്കുന്നത്, മൂൺ ഏതാണ്ട് സെറ്റ് ചെയ്യാൻ പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് ക്ലൗഡ് കൊണ്ടുപോകും. എന്നാൽ നല്ല ബ്രൈറ്റ് അതായത് സൺ വന്നില്ല, ബട്ട് ഇറ്റ് വാസ് വെരി ബ്രൈറ്റ്. അപ്പോൾ ഞാൻ പിന്നെ അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത്, ആക്ച്വൽ കൊച്ചു വെളുപ്പാങ്കാലത്ത്, ഞാൻ ഒരുപാട് നാളായി ഈ ഒരു ടൈമിലൊക്കെ ഞാൻ എണീറ്റിട്ട് ഞാൻ പുറത്തോട്ടൊക്കെ വന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങി. അവിടുന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാമിയും മാമനും ഒക്കെ കുരിശടിയിൽ നിൽക്കുന്നു. മാമിയുടെയും മാമൻ്റെയും കയ്യിലാണ് താക്കോല്. മാമനാണ് ഇതിൻ്റെ കെയർ ടേക്കർ. അപ്പോൾ മാമി രാവിലെ വന്നിട്ട് ഇത് തുറന്ന് തിരിയൊക്കെ കത്തിച്ച് വെക്കും. തൂക്കാനുണ്ടെങ്കിൽ തൂക്കും. തലേന്ന് മെഴുകുതിരി കത്തിച്ചവരുടെയൊക്കെ പാക്കറ്റ്സ് ചിലപ്പോൾ അവർ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ മാമൻ വൃത്തിയാക്കും. അവർ രണ്ടുപേരും കൂടെ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിച്ചേച്ചൊക്കെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാനും പോയി 2-3 തിരിയൊക്കെ കത്തിച്ചു. ഞാനും പ്രാർത്ഥിച്ചു, ചാനൽ ഗതി പിടിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. നടക്കുമെന്തോ. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി. അപ്പോൾ ഞാൻ പിന്നെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കുരിശടിയൊക്കെയാണ് ചുമ്മാ എടുത്തത്. പേർപ്പിൾ സ്കൈ, സൺറൈസ് അങ്ങോട്ട് ആയിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ഇനിയും ടൈമുണ്ട്. അപ്പോൾ സൺറൈസ് എടുത്തിട്ട് അകത്തോട്ട് വരാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് സമയം കൂടെ പോകും. അതുകൊണ്ട് ഞാൻ നേരെ വന്ന് ഇന്ന് നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. സാമ്പാറിനുള്ള പരിപ്പ് നന്നായിട്ട് കഴുകി അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അത് ഗ്യാസിലേക്ക് വെച്ചിട്ട് നമുക്ക് വീണ്ടും സൺറൈസ് തപ്പിപ്പോകാമെന്ന് വിചാരിച്ചു. ടൈം ഞാൻ നോക്കി, പക്ഷേ ടൈം കറക്റ്റല്ല. നമ്മൾ ആ പറയുന്ന ടൈമിന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇങ്ങ് ഉദിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പരിപ്പ് ജസ്റ്റ് ഒന്ന് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഞാൻ തിരിച്ച് വെളിയിലിറങ്ങി ആ സൺറൈസ് കാണിക്കാനായിട്ട്. പേർപ്പിൾ സ്കൈൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വെനില സ്കൈ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട് കേട്ടോ. അത് നല്ല അടിപൊളി ഒരു പടമാണ്, ബട്ട് ഇറ്റ് വിൽ ഹോണ്ട് യു. ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കിടക്കും ഹാങ് ഓവറിൽ. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ.
സൺറൈസ് കറക്റ്റ് ആയിട്ടില്ല കേട്ടോ, നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അണ്ണനിങ്ങ് മേളിലോട്ട് എത്തിയിട്ടില്ല. അത് നമുക്കിനിയിപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ദേ വന്നിട്ട് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഫ്രിഡ്ജിൽ വെട്ടുമലക്കറി വാങ്ങിച്ചതിൻ്റെ അന്ന് അവിയൽ വെച്ചതിന് ഒരു ഷോർട്ടിലെങ്ങാണ്ട് ഒരു ഷോർട്സ് വീഡിയോയിലും മറ്റേ ഞാൻ അവിയൽ വെക്കുന്ന ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കുറച്ച് പച്ചക്കറികൾ ഞാൻ എടുത്ത് വെച്ചിരുന്നു സാമ്പാർ ചെയ്യണമെന്ന് തന്നെ കരുതിയിട്ട്. ആ പച്ചക്കറികളൊക്കെ എടുത്ത് തൊലി കളയേണ്ടതിൻ്റെയൊക്കെ തൊലി കളഞ്ഞു. ചിലതിൻ്റെ അകത്തിരിക്കണ ഈ നമ്മൾ മീനിൻ്റെ കുടലും പണ്ടുമൊക്കെ എടുത്ത് കളയുന്ന കണക്ക് അകത്തിരിക്കുന്ന സാധനങ്ങളാണല്ലോ എടുത്ത് കളയേണ്ടത്. അതൊക്കെ ചെയ്തു, എല്ലാം ക്ലീൻ ചെയ്തു, ഓരോന്നും ഇതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ ഒന്നും പേര് പറയാൻ എനിക്കറിയത്തില്ല കേട്ടോ. എനിക്കാകെ പടവളം കണ്ടാൽ തിരിച്ചറിയാം, ക്യാരറ്റ് അറിയാം, തക്കാളി അറിയാം, സവാള അറിയാം, മത്തങ്ങ അറിയാം. വെള്ളരി, കുക്കുംബർ ഇതിനൊക്കെ തമ്മിൽ എന്തൊക്കെയോ സിമിലാരിറ്റീസും ഉണ്ട്, എന്തൊക്കെയോ വ്യത്യാസവും ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞ് തെറ്റിക്കാൻ ഞാനില്ല. കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു, അത് ഞാൻ ഒന്ന് സെൻറ്ററിൽ നിന്ന് അങ്ങ് കീറി കീറി ഇട്ടതേ ഉള്ളൂ, തീരെ ഞുറുക്കാൻ പോയില്ല. മത്തങ്ങ കൊണ്ടിട്ടൊരു എരിശ്ശേരി വെക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ സാമ്പാറിൽ പല കളറിലുള്ള പച്ചക്കറികൾ കിടക്കുന്ന കാണാനാണ് ഒരു ഭംഗി. ടേസ്റ്റ് നല്ലതാണ്. സാമ്പാറിൽ ക്യാരറ്റും മത്തങ്ങയൊക്കെ ഇടുമ്പോൾ ഇത്തിരി മധുരം നല്ലതാണ്. പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ കേട്ടോ. ചെറിയുള്ളി അരിയുന്നൊന്നുമില്ല, അത് ഉരിച്ച് കഴുകിയിട്ടാണ് അതിലോട്ട് ഇട്ടത്. കഴുകുന്ന എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ, കൈ അങ്ങനെ ഇരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴുകിയിട്ട് അതിലേക്ക് ഇട്ടിട്ടാണ് പിന്നെ ഇതൊക്കെ കഴുകി വെക്കുന്നത്. സ്റ്റാൻഡിൽ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് സ്റ്റാൻഡിൽ പിടിച്ചാലുണ്ടല്ലോ, പിന്നെ സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആ മണമായിരിക്കും. പരിപ്പ് അപ്പോഴേക്ക് ഒരു 2 വിസിലടിച്ച് വെന്തു. ഇത് നല്ല കല്ലൻ പരിപ്പാണ്. നമ്മൾ ഇപ്പോൾ മുടവങ്ങളിൽ നിന്ന് മേടിച്ച പരിപ്പല്ല, അതിന് മുമ്പ് അമ്മ കൊണ്ടുവന്നതാണ്. അത് നല്ല നല്ല കട്ടിയുണ്ട് ആ സാധനത്തിന്. അങ്ങനെ ഒരു 2-3 വിസിൽ ഞാൻ അടുപ്പിച്ചു. ഇപ്പോഴും അത് അങ്ങനെ പയറുമണി പോലെ ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. നമ്മൾ സാധാരണ ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പരിപ്പാണെങ്കിൽ ഇപ്പോൾ സ്മാഷായി പോയേനെ. എന്തായാലും ഇനി പച്ചക്കറികൾ ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു ഒരു 2 വിസിലും കൂടെ അടിക്കാമെന്ന്. പച്ചക്കറികളിൽ അത്യാവശ്യം കട്ടിയുള്ള ഐറ്റംസാണ് ഉള്ളത്. ഉരുളക്കിഴങ്ങും ഒരെണ്ണം കണ്ട് ഇട്ടിട്ടുള്ളൂ. അതായത് വേവ് കുറഞ്ഞ സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ പച്ചക്കറിയായിട്ട് ഇപ്പോൾ ഇട്ടിട്ടുള്ളതിൽ. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കുറച്ച് സാമ്പാർ പൊടിയും കായവും ഒക്കെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പുളിവെള്ളവും കൂടെ പിഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനി ഗ്യാസിൽ വെച്ച് വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആകെ പരിപാടി ഇത് താളിച്ചിടുക എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തക്കാളിയൊക്കെ വഴറ്റിയൊക്കെ ചെയ്യുന്ന സാമ്പാറൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് പക്ഷേ സാമ്പാറുകളെല്ലാം ഏകദേശം സാമ്പാറുകൾ പോലെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എളുപ്പമുള്ള കാര്യമാണ് ചെയ്യുന്നത്. നമ്മളുടെ ഉലുവ ജീരക വെള്ളം, അതായത് വെയിറ്റ് കുറയാനായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളം നേരത്തെ തിളച്ചായിരുന്നു. അത് ഞാനൊന്ന് ഓഫ് ചെയ്ത് വെച്ചു. കുറച്ച് വെള്ളത്തിലേ അത് ഞാൻ ചെയ്യത്തുള്ളൂ. എന്നിട്ട് ബാക്കി നമ്മുടെ ഫിൽറ്ററിന് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു വെച്ചു. ഇതിൻ്റെ അകത്താകുമ്പോൾ ഇപ്പോൾ കുടിക്കാനൊരു ഉത്സാഹമൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങ് തീരും. ഒരു 2-3 വെള്ളം ഒരു ബോട്ടിൽ തീരുന്നൊരു സംതൃപ്തി അങ്ങ് കിട്ടും. അത്രയും വെള്ളം നമ്മൾ കുടിച്ചല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അതുകൊണ്ടാണ് ആ കുഞ്ഞ് സംഭവം തന്നെ ഞാൻ എടുത്തേക്കുന്നത്. വെള്ളം അങ്ങോട്ട് ഒഴിച്ച് മാറ്റിയിട്ട് ആ പാൻ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ അതിലേക്ക് പിള്ളേർക്കുള്ള പാലും കൂടെ വെച്ച് അതും അങ്ങ് കാച്ചിയെടുത്തു. അതിലേക്ക് ഷുഗറും കുറച്ച് ബൂസ്റ്റും ഒക്കെ ഇട്ടു. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചു കേട്ടോ. നിലുവും അമൃതവും ഒക്കെ അപ്പോഴേക്ക് കുടിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ അമ്മ അവൻ്റെ അമൃതം രാത്രി എടുത്ത് വെച്ചിരുന്ന കുപ്പിയും ഗ്ലാസും എല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അതും ഇനി സ്റ്റെറിലൈസ് ചെയ്യണം. അത് അമ്മ തന്നെ കഴുകി ആ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റെറിലൈസ് ചെയ്യണം, കാപ്പി ഉണ്ടാക്കണം. രണ്ടിനുള്ള വെള്ളം ബോയിലായി വരുന്നത് വരെ ദോശമാവ് മേടിക്കാൻ മറന്നുപോയി. എല്ലാം മറന്നു പോവുക. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന്. കുക്കുസാർ അത് ജാമും കൂട്ടിയിട്ടേ കഴിക്കത്തുള്ളൂ, പിന്നെ വാരി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ജാം ഇരിപ്പുണ്ട്, എന്നാലും സാമ്പാർ ചെയ്തതുകൊണ്ട് കുറച്ച് പച്ചക്കറി ഉള്ളിൽ ചെല്ലട്ടെ. അപ്പോൾ അതേ ഗോതമ്പ് ദോശയ്ക്കായിട്ട് കുറച്ച് ഉപ്പും ഇത്തിരി പഞ്ചസാരയും കൂടെ ഞാൻ എടുക്കും കേട്ടോ, ദോശയ്ക്കൊരു ടേസ്റ്റിന്. കെറ്റിലുള്ള വെള്ളം ചൂടാവുന്നതിൻ്റെയും ആ മാവ് കുഴയുന്നതിൻ്റെയും കൂടി ഒരുമിച്ചുള്ള സൗണ്ടാണ് ആ കേട്ടത്. ഞാനിതിൻ്റെ അകത്ത് ഇപ്പോൾ ആട്ടപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ, മൈദ ചേർത്തിട്ടില്ല. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയിട്ടാണ് ആ ഒരു മിക്സർ വെച്ചിട്ട് ഒന്ന് പിടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിക്കാവും. നമ്മൾ സാധാരണ മുൻപൊക്കെ ഇതില്ലാത്തപ്പോൾ ഞാൻ മിക്സിയിൽ അടിക്കാറായിരുന്നു പതിവ്. ഈ സംഭവം ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൊക്കിയതാണ്. എന്തായാലും ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്ക് കേട്ടോ. ഞാൻ ചുമ്മാ ഈ മൈദ ദോശയും അതിൻ്റെ അകത്ത് തേങ്ങയും പഞ്ചസാരയും ശർക്കരയൊക്കെ വെച്ചൊക്കെ തിന്നുന്ന കൂട്ടത്തില്ല. അപ്പോഴൊക്കെ മിക്സ് ചെയ്യാനായിട്ട് ഇത് നല്ല യൂസ്ഫുള്ളാണ്. എനിക്കും അമ്മയ്ക്കും ആയിട്ടുള്ള കോഫിയൊക്കെ ഇത് റെഡിയായി. അമ്മ ഇവിടെ പുറത്ത് അവൻ്റെ 2-3 ഡ്രസ്സുകൾ, അത് അറിയാമല്ലോ നിങ്ങൾക്ക്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അതും കൊണ്ടാണ് പോകുന്നത്. 4-3-7 തുണി കല്ലിൽ കഴുകിയില്ലെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനക്കേടാ. അത് പോയി നനച്ച് വെക്കാനായിട്ട് പോയിട്ടുണ്ട്. കോഫി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ചുകൂടെ താഴത്ത് പോയി. അത് കൈയോടെ അങ്ങ് തുടച്ച് മാറ്റിയില്ലെങ്കിൽ ആ മറ്റേ കറുപ്പുറുമ്പ് ഇപ്പം വന്ന് നിറയാൻ തുടങ്ങും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കോഫി കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ അമ്മ മാവ് പോയി നോക്കിയതാണ് കേട്ടോ. ദോശമാവ് ഇവൾ മേടിച്ചില്ലല്ലോ, പിന്നെ എന്ത് സാധനം ഇവിടെ ഇരിക്കുന്നതെന്ന് പോയി നോക്കിയതാണ്. ഞാൻ ഗോതമ്പ് മാവ് കലക്കി വെച്ച ടൈമിൽ അമ്മ ഇവിടെ അകത്തില്ലായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങളത് ഇരുന്ന് കുറച്ച് നേരം കോഫിയൊക്കെ കുടിച്ചു, കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മയുടെ കോഫി കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഈ മേളിൽ നിന്ന് കാപ്പി കുടിച്ച് ഇപ്പോൾ അതൊരു എനക്കേടാ അവിടെ പോയി നിന്നില്ലെങ്കിൽ. വാ പോവാം.
ഞാൻ അവിടെ മേലെ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ കൊച്ചു പപ്പയും സേറയുടെ പപ്പയും ജാക്കിയൊക്കെ കൂടെ ഇവിടെ ചൂണ്ടയിടുന്നു. അപ്പോൾ പിന്നെ ഒന്ന് വന്ന് നോക്കിക്കളയാമെന്ന് കരുതി. ഈ രാവിലെ എണീക്കുന്നതിനുള്ള ഗുണങ്ങളാണ്, അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ കാണാത്ത സംഭവങ്ങളാണ്. എന്തൊക്കെ മീൻ കിട്ടിയെന്നാണ് കേട്ടോ ഞാൻ ആ കവറിൽ നോക്കിയത്. ഇന്നല്ലെങ്കിലും മീനുണ്ടെന്നാണ് തോന്നുന്നത്. ഒത്തിരി മരമൊക്കെ കടലിൽ കിടപ്പുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ മീൻ പിടിക്കാനായിട്ട് കടലിൽ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അവിടെ നിന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ അമ്മ ദേ നിലുവായിട്ട് വരുന്നു. നമ്മുടെ AVKയും പിയാത്തയും ഒക്കെ പച്ച കളറാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഈ വണ്ടി ഞാൻ പറഞ്ഞു വെച്ച് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഫ്രെയിമിലിട്ട് ഓട്ടിക്കുന്നതാണെന്ന്. ഷോർട്സ് എടുത്താലും വീഡിയോ എടുത്താലും രണ്ടിലൊന്ന് ഇതിലേ കടന്ന് എന്തായാലും ഇതിലേ കടന്ന് പോകുന്നുണ്ടാവും. AVK ഉണ്ട്, പിയാത്തയുണ്ട്. ഒന്ന് അങ്ങോട്ട് പോകുമ്പം ഒന്ന് ഇങ്ങോട്ട് വരും. ഇതിങ്ങനെ ഒരു 3/4 മണിക്കൂർ ഇടവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ബസ്സുകളും ഉണ്ട്. മീൻ ഇങ്ങനെ കവറിൻ്റെ അകത്ത് കിടന്ന് പിടയ്ക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നെല്ലിന് ചെറിയ പേടിയൊക്കെ ആയി കേട്ടോ. നിമ്മി സാധാരണ അവൻ നമ്മുടെ വീട്ടിൽ കിട്ടുമ്പോഴത്തേക്ക് ഡെഡായിട്ടാണല്ലോ കിട്ടുന്നത്. നമ്മൾ വെട്ടുന്ന പരുവത്തിനാണല്ലോ അവൻ കാണുന്നത്. ഇങ്ങനെ അവൻ കണ്ടിട്ടില്ല. അതിനാണ് മാറി നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് കടലിലൊന്ന് കാല് നനച്ചാലൊക്കെ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായി. എൻ്റെ അടുത്ത് നിന്നാൽ നടക്കത്തില്ല എന്നറിയാം. പിന്നെ ആ ഒരു ടൈമിൽ ഞാനിപ്പോൾ നിൽക്കുന്ന കറക്റ്റ് ഈ ഗൂഗിളിലൊക്കെ ലൊക്കേഷൻ കാണിക്കുന്നതാണ്. കറക്റ്റ് ഈ ലൊക്കേഷനാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് എപ്പോഴും കാണുന്ന ആ ഒരു പുലിമുട്ടെന്നാണ് ഞങ്ങളതിന് പറയുന്നത്. ആ ഒരു സീ വോളിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ്, കുരിശടിയുടെ നേരെയായിട്ടാണ് ഞങ്ങളിപ്പോൾ താഴത്ത് നിൽക്കുന്നത്. നിലുവിനെ അവിടെ തന്നെ ആക്കിയിട്ട് ഞാൻ തിരിച്ചു പോരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് നോക്കിയാൽ അതെ ഇപ്പോൾ നിങ്ങൾ കണ്ട ആ സ്ഥലത്തായിരുന്നു നമ്മൾ ഇത്ര നേരം നിന്നിരുന്നത്. തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുക്കു സാറിൻ്റെ ലഞ്ചിന് ഇന്ന് ഗോതമ്പ് ദോശയും സാമ്പാറും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവനത് എടുക്കത്തില്ല. അവൻ രാവിലെ തന്നെ അതവനെ എങ്ങനെയെങ്കിലും വേണം തീറ്റിക്കാനായിട്ട്. സാധാ ദോശ ഇഡ്ഡലി നമ്മുടെ ഉഴുന്നും അരിയുടെയും മാവിൻ്റെ ഇഡ്ഡലി ദോശയാണെങ്കിലേ അത് കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഞങ്ങൾ പൊറോട്ട മേടിച്ചിരുന്നു. അപ്പോൾ 2-3 പൊറോട്ട ഫ്രിഡ്ജിലിരിപ്പുണ്ട്, ഇന്നലെ രാത്രി മേടിച്ചത്. അപ്പോൾ അത് ഞാൻ ഇന്ന് കൊത്തു പൊറോട്ടയാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ഫ്രൈ ഒക്കെ മേടിച്ചതിരിപ്പുണ്ട്, പക്ഷേ അതെടുക്കുന്നില്ല. ഞാൻ എഗ്ഗ് വെച്ചിട്ട് ഒരു കൊത്തു പൊറോട്ട ഉണ്ടാക്കാമെന്ന് വെച്ചു. ഒരു അര സവാളയും ഒരു ചെറിയ തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. എന്നിട്ടൊരു 2 പൊറോട്ട അങ്ങനെ ചുരുട്ടി അതും ഒന്ന് ചെറിയ നൂഡിൽസിൻ്റെ ഒരു പരുവത്തിന് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മുട്ടയൊക്കെ ആയിട്ടൊന്ന് ചിക്കി കുഴച്ചെടുക്കാം. സാമ്പാർ റെഡിയായി കേട്ടോ. അമ്മേനെ ഇത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ നിലുവിനെ കൊണ്ടുവന്നിട്ട് തിരിച്ച് വന്ന് അമ്മ അത് ഓഫ് ചെയ്തിരുന്നു. അപ്പോഴത്തേക്ക് അത് 2 വിസിലിൽ പച്ചക്കറികളൊക്കെ വെന്തു. അത് ഞാൻ നമ്മുടെ എപ്പോഴും സാമ്പാർ ഒഴിച്ച് വയ്ക്കുന്ന ആ ഒരു ബൗളിലേക്ക് മാറ്റി. അപ്പോൾ അത് നല്ല തിക്കായിട്ടിരിക്കുന്നു, പരിപ്പ് നല്ല തിക്ക്. അതിനെ ഒന്ന് നീട്ടാനായിട്ട് ഞാൻ അതേ കുക്കറിൽ ഒരിത്തിരി വെള്ളം കൂടെ വെച്ച് അത് ഗ്യാസിലേക്ക് വെച്ചു കേട്ടോ, ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പുറത്തായിട്ട് നമ്മുടെ കൊത്തു പൊറോട്ട റെഡിയാക്കി എടുക്കാനുള്ള കടായും വെച്ചു. വെള്ളം ചൂടായപ്പോൾ അതെടുത്ത് നമ്മുടെ സാമ്പാറിൻ്റെ ബൗളിലേക്ക് ഒഴിച്ചിട്ട് സാമ്പാർ താളിക്കാനുള്ള കടായും കൂടെ വെച്ചു. 2ലേക്ക് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അമ്മ അരി അപ്പോഴത്തേക്ക് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി സാമ്പാർ താളിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കടുകും കുറച്ച് ഉലുവയും പിന്നെ 2-3 വറ്റൽമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇത്തിരി കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അപ്പുറത്ത് നമുക്ക് കൊത്തുപൊറോട്ട ഉണ്ടാക്കുന്നതിൽ കടുക് ഇടണ്ടല്ലോ. അങ്ങനെ ഉള്ളി ആദ്യം ഇട്ടിട്ട് അതൊന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കിടക്കാം. തൽക്കാലം കുറച്ച് ഉപ്പിട്ട് അത് അവിടെ ഇരുന്നൊന്ന് വഴന്ന് വരട്ടെ. സാമ്പാർ താളിക്കാനായിട്ട് നിങ്ങൾക്ക് ചെറിയുള്ളി ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. പക്ഷേ ഞാൻ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. ചെറിയുള്ളി ആവശ്യത്തിന് ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടല്ലോ, പച്ചക്കറികളുടെ കൂടെ വേവുന്നതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ടിഫിൻ സാമ്പാർ ഇവിടെ റെഡിയായി. ഇനി ഇതങ്ങോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി കൊത്തു പൊറോട്ടയിലേക്ക് കിടക്കാം. ആ ഒരു തക്കാളിയും സവാളയും കൂടെ വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടാൽ മതി കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ നമുക്ക് വലിയവർക്കാണെങ്കിൽ ഇടാം. കുക്കൂനായതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം എരിവ് ആക്കുന്നില്ല. ഇപ്പുറത്ത് തന്നെ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് മെത്ത വിരിച്ച് ഞാൻ അതിലേക്ക് പൊരിക്കാനുള്ള മീൻ അടുക്കി വയ്ക്കുന്നുണ്ട്. ഇത് അന്ന് പറഞ്ഞ ആ നെമ്മീൻ കുഞ്ഞാണ്. 3 ഉണ്ടായിരുന്നതിൻ്റെ അകത്തുനിന്ന് സെൻറ്റർ പീസസ് ഞാൻ മാറ്റി വെച്ചിട്ട്, ഇന്നലെ പറഞ്ഞ സെൻറ്റർ പീസസ് മാറ്റി വെച്ചിട്ടാണ് പൊരിക്കാനെടുത്തിട്ടാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ കറിക്കായിട്ടും സൂപ്പ് കറിക്കായിട്ടും ഒക്കെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ കൊത്തു പൊറോട്ടയുടെ കൂട്ടിലേക്ക് ഒരു മുട്ടയോ 2 മുട്ടയോ ഇട്ട് കൊടുക്കാം. മുട്ട ചിക്കി മാറുന്നതിന് മുമ്പ് ആ ഒരു കുഴമ്പ് പരുവത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊറോട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതൊന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊറോട്ട ഇത്തിരി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തീ നല്ല സിമ്മിലാക്കി വെച്ചിരിക്കണം, അല്ലെങ്കിൽ താഴത്ത് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് ഞാനിവിടെ നമ്മുടെ ഇനി കഴുകാനുള്ള പാത്രങ്ങൾ, സാമ്പാർ വെച്ച കുക്കറുണ്ട്, മീനെടുത്ത ഒരു ടപ്പർവെയർ പിന്നെ ആ ഒരു ചോപ്പിംഗ് ബോർഡ്, അതെല്ലാം കൂടെ കഴുകി മാറ്റി അങ്ങ് നമ്മുടെ സ്റ്റീൽ ബാസ്ക്കറ്റിൽ വെളിയിൽ വെച്ചു. ചോറും അപ്പോഴത്തേക്ക് ഒരു വിസിലൊക്കെ അടിച്ചു. അതും കൂടെ എടുത്ത് ഞാൻ പുറത്തേക്ക്
പുറത്ത് ആ സ്റ്റെപ്പിൻ്റെ അവിടെ അത് വെക്കുന്നത്. അകത്ത് ഇവിടെ ഇരുന്നാൽ ഞാൻ തന്നെ അതിൽ കൈ വയ്ക്കും, എൻ്റെ കൈ പൊള്ളും. അപ്പോൾ അത് അടച്ചിടുന്നത് വരെ അത് വെളിയിലിരിക്കുന്നതാണ് സേഫ്. എന്നിട്ട് മീനൊക്കെ ഒന്ന് തിരിച്ചിട്ടു. നമ്മുടെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അത് അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് ദോശയ്ക്കുള്ള പാനും വെച്ചു. ഇനി ദോശ ഇതിൻ്റെ ഇടയിൽ ചുട്ടു തുടങ്ങിയാലേ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് പോയിരുന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. ദോശയ്ക്കുള്ള പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ പാനിൽ തേക്കുന്നത്. അത് കഴിഞ്ഞ് ദോശമാവ് ഒഴിച്ചിട്ട് ഇനി ഇതിൻ്റെ മേലെ ഇത്തിരി നെയ്യൊക്കെ തൂവും. ഗോതമ്പിൻ്റെ ദോശയാവുന്നതുകൊണ്ട് വലിയ രുചിയൊന്നും ഉണ്ടാകത്തില്ല. പഞ്ചസാരയും നെയ്യൊക്കെ ആ ഒരു രുചി കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. കുക്കുവിനുള്ള പാലെടുത്ത് വെച്ചു. നിലു നേരത്തെ പാല് കുടിച്ചായിരുന്നു കേട്ടോ. അമ്മ അവന് പാല് കൊടുത്തിരുന്നു. ഇവൻ്റെ കോസ്റ്റ്യൂം ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിനാണ് നിലു ബഹളം വെക്കുന്നത്. ഇവൻ എന്താ ഇട്ടിരിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. പാൻ്റാണ് അതങ്ങനെ മേളിലോട്ട് ഇട്ടിരിക്കുന്നത്. നിലുവിന് അടിയിൽ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു സ്മൈലി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. ദോശയുടെ ഒരു വശം നല്ല ഇത്തിരി മുരുമുര ആയി കഴിയുമ്പോൾ മേലത്തെ വശത്ത് നല്ല രീതിയിൽ നെയ്യ് തേച്ചിട്ട് നമുക്കത് തിരിച്ചിടാം. നെയ്യ് തേക്കുമ്പോഴത്തേക്ക് ടേസ്റ്റും കൂടും, പ്ലസ് ഇത് ഇളകി ഇങ്ങ് പോരാനായിട്ട് എളുപ്പമായിരിക്കും. ഇതായതുകൊണ്ട്, അതായത് കുത്തു പൊറോട്ട ആയതുകൊണ്ട് ഇതിനി പ്രത്യേകിച്ച് സൈഡ്സ് ഒന്നും വേണ്ട. ചെറിയ കാടമുട്ടയൊന്നും പുഴുങ്ങി വെക്കേണ്ടത്, ഓൾറെഡി എഗ്ഗ് ആണല്ലോ. പച്ചക്കറികളില്ല എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ അതൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. പച്ചക്കറി ആവശ്യത്തിന് ഞാനിപ്പോൾ രാവിലെ അവൻ്റെ വായിൽ കുത്തിക്കയറ്റും. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ കുറച്ച് ബാക്കിയിരുന്നത് ഞാനൊരു ചെറിയ ബോക്സിലാക്കി എടുക്കുകയും ചെയ്തു കേട്ടോ. സ്കൂളിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് വരണ്ട, അത് കഴിച്ചാൽ മതി. ഒരു 2-3 സ്പൂണൊക്കെ അത് കഴിക്കുമ്പോഴത്തേക്ക് വയറ് നിറഞ്ഞോളും. നമ്മുടെ ഈ ഉലുവ ജീരകം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. പിന്നെ സ്നാക്സിനായിട്ട് ബിസ്ക്കറ്റ്സ് എടുത്ത് വെച്ചു. സ്നാക്സ് ബോക്സ് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് പണ്ട് ഡയറിൽ യൂസ് ചെയ്തിരുന്ന ഒരു ഡബ്ബയാണ്, അതെനിക്കിപ്പോൾ കിട്ടി. കുക്കു സാറിൻ്റെ സ്നാക്സിൻ്റെ ബോക്സിൻ്റെ ആ ഒരു നോബ്, അതായത് നമ്മളത് ലോക്ക് ചെയ്യുന്നതിൻ്റെ ഒരെണ്ണം അവൻ പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയായിരുന്നു ഓൾറെഡി. ലഞ്ച് ബോക്സും ഞാൻ ഓർഡർ ചെയ്തത്, അത് രണ്ടും നിങ്ങളെൻ്റെ FB പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ എനിക്ക് അടി കിട്ടിയത് ലഞ്ച് ബോക്സ് ഓർഡർ ചെയ്തത് വന്നില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വരില്ല, ആ സത്യം അവനറിയണം. ഓർഡർ ചെയ്ത ലഞ്ച് ബോക്സിനൊക്കെ എന്ത് സംഭവിച്ചു, എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ FB പോയൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ഞങ്ങൾക്കുള്ള സ്നാക്സും ലഞ്ചും ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു. നിലു സ്കൂളിൽ വരുന്നു എന്നും പറഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചേച്ചി ഡാരലിൻ്റെ എക്സാമൊക്കെ പ്രമാണിച്ച് ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി സ്കൂളിലേക്ക് വരുന്നുണ്ട്. 10 മണിയാകുമ്പോൾ ചേച്ചി ഇവിടെ വീട്ടിൽ വന്നിട്ട് ഇവനെയും കൂടെ റെഡിയാക്കിയിട്ടാണ് സ്കൂളിൽ കൊണ്ടുവരുന്നത് നിലുവിനെ. ഹാർഡ്ലി ഒരു 1.5 മണിക്കൂർ അവിടെ LKG ക്ലാസ്സിൽ കുറച്ച് നേരം ഒന്നിരിക്കും. പിന്നെ ഞാൻ ലഞ്ചിന് വരുമ്പോഴോ അല്ലെങ്കിൽ ആലനോ വന്നിട്ട് ഉച്ചയ്ക്ക് ഇങ്ങ് കൂട്ടിക്കൊണ്ട് വരും. ബ്രേക്ക്ഫാസ്റ്റിനുള്ള 2-3 ഗോതമ്പ് ദോശ റെഡി ആയപ്പോഴത്തേക്ക് ഞാൻ കുക്കുവിന് കൊടുക്കാനും എനിക്ക് കഴിക്കാനുമായിട്ട് പ്ലേറ്റിലങ്ങ് എടുത്തു. ബാക്കി അമ്മേനെ ചുടാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് നിലുവിനും കൂടി ഇനി ഒരു 2-3 എണ്ണം ചുട്ടാൽ മതി, ആലനില്ലല്ലോ കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ദോശ ചുട്ടതൊക്കെ എടുത്തിട്ട് വന്ന് വെളിയിൽ വന്നിരുന്നാണ് കഴിച്ചത്. ഇതിനിടയ്ക്ക് അമ്മ ചെടിയൊക്കെ നനച്ചായിരുന്നു കേട്ടോ. അതാണ് അവിടെ എല്ലാം നനഞ്ഞിരിക്കുന്നത്. ഗോതമ്പ് ദോശ ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ജാം വേണം എന്നും പറഞ്ഞ് മുഖം വീർപ്പിച്ചാണ് കുക്കു ഇരിക്കുന്നത്. എന്നാലും പച്ചക്കറി കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അവനെ കൊണ്ട് കഴിപ്പിച്ചു. ഒരു 4 ദോശ എടുത്തിട്ട് 2 എണ്ണം ഞാൻ കഴിച്ചു. 2 എണ്ണം അവനെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും 1.5 കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞ് എപ്പോഴത്തെയും പോലെ കുറച്ച് സൺസ്ക്രീനും, കുറച്ചധികം സൺസ്ക്രീൻ വാരി അങ്ങോട്ട് ഇട്ടിട്ട് മുടിയും കെട്ടി ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങുവാണ്. ചാർജ് ചെയ്യാൻ ഇട്ടിരുന്ന ഫോണും ഒക്കെ എടുത്തു. ഇനി ഈ ഫോൺ എടുക്കുന്നത് ഒരു ചടങ്ങുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയുടെ എൻഡിൽ. അതായത് ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇറങ്ങാൻ നേരമായപ്പോൾ പിന്നെയും നിലു വന്നു കേട്ടോ, സ്കൂളിൽ പോകണമെന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് ഉണ്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞ് അവനെ അങ്ങോട്ട് മാറ്റി വിട്ടിട്ട് ഞങ്ങളിതേ ഇറങ്ങുവാണ്. പിന്നെ അപ്പച്ചി വരും, കാറിൽ കൊണ്ടുപോകാൻ വരും എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം അങ്ങനെ അങ്ങ് വെയിറ്റ് ചെയ്തോളും. അങ്ങനെയാണല്ലോ ഇപ്പോൾ 2 ദിവസമായിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളിതേ സ്കൂളിലേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ചടങ്ങ് ഇപ്പോൾ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് ലോണിലെ സ്റ്റാൻഡിൽ നല്ലപോലെ പൊക്കി വെച്ചാലേ എനിക്ക് ആ കടലിൻ്റെ വിഷ്വലും കൂടെ കിട്ടത്തുള്ളൂ ഗേറ്റിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ ഉയർത്തി സ്റ്റാൻഡിൽ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. നിലുവിന് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ആ മതിലിൻ്റെ അപ്പുറത്ത് വണ്ടി നിർത്തും. അപ്പോഴേക്കും എൻ്റെ കുക്കു സാർ ഓടിപ്പിടിച്ച് വന്ന് ഈ സ്റ്റാൻഡിൻ്റെ നീളമൊക്കെ കുറച്ച് ഫോൺ അതിൻ്റെ അകത്തുനിന്ന് തോണ്ടിയെടുത്തിട്ട് വരും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.